അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 2 നിസ്കാരം. പാഠം 2 നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് നാം പഠിച്ചുവല്ലോ. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് നാം പഠിച്ചുവല്ലോ. കഴിഞ്ഞ പാഠത്തിൽ ഒന്നാമത്തെ ഇസ്ലാം കാര്യങ്ങൾ 5 അതിൽ ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചെല്ലുക എന്നാണ് പഠിച്ചത്. അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളും വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഇനി രണ്ടാമത്തേത് 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക എന്നും പഠിച്ചിരുന്നു. 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് പഠിച്ചു അല്ലേ? രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് പഠിച്ചു. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കരിക്കുന്നവനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നിസ്കരിക്കുന്നവനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. ഓരോ നിസ്കാരത്തിനും ഓരോ മഹത്വങ്ങളുണ്ട്. സുബഹി നിസ്കരിച്ചാൽ, ളുഹർ നിസ്കരിച്ചാൽ, അസ്ർ നിസ്കരിച്ചാൽ, മഗ്രിബ് നിസ്കരിച്ചാൽ, ഇശാ നിസ്കരിച്ചാൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത്, എന്തൊക്കെ പുണ്യങ്ങളാണ് ലഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. നിസ്കരിക്കുന്നവനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. 5 വഖ്ത് നിസ്കാരം 5 സമയങ്ങളിലായിട്ടാണ് നിർവഹിക്കേണ്ടത്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. നിസ്കാരങ്ങളുടെ ക്രമം. നിസ്കാരങ്ങളുടെ ക്രമം. ളുഹറിൻ്റെ സമയം എപ്പോഴാണ്? 12 മണിൻ്റെയും 1 മണിൻ്റെയും ഉള്ളിൽ കൊടുക്കുന്ന ബാങ്കിൻ്റെ പേരാണ് ളുഹർ ബാങ്ക്. അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർ ബാങ്ക് കൊടുക്കുന്ന സമയം 3 മണിൻ്റെയും 4 മണിൻ്റെയും ഉള്ളിൽ കൊടുക്കും. മഗ്രിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് 6 മണിൻ്റെയും 7 മണിൻ്റെയും ഉള്ളിൽ കൊടുക്കുന്ന ബാങ്കിനാണ് മഗ്രിബ് ബാങ്ക്. വൈകുന്നേരം 6 മണിൻ്റെയും 7 മണിൻ്റെയും ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 7:30 8:30 ഉള്ളിൽ കൊടുക്കുന്ന ബാങ്കിൻ്റെ പേരാണ് ഇശാ ബാങ്ക്, രാത്രി. സുബഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് നേരം വെളുക്കാൻ സമയത്ത് ഒരു 4:30ൻ്റെയും 5:30ൻ്റെയും ഉള്ളിൽ കൊടുക്കുന്ന ബാങ്ക് പുലർച്ചെ. അതാണ് സുബഹ്. ഇനി ളുഹർ 4 റക്അത്താണ്. അസ്ർ നിസ്കാരവും 4 റക്അത്താണ്. മഗ്രിബ് നിസ്കാരവും 3 റക്അത്താണ്. ഇശാ നിസ്കാരം 4 റക്അത്ത്, സുബഹ് 2 റക്അത്ത് എന്നിങ്ങനെയായിട്ടാണ് നിർവഹിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്. കളർ നോക്കി നിസ്കാരത്തിൻ്റെ പേരെഴുതാം. ഈ കളറിൽ ളുഹർ സ്വന്തമായി പരിശോധിച്ച് എഴുതേണ്ടതാണ് എങ്കിലും പറയാം. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹ്. അപ്പോൾ ഈ കളറിൻ്റെ നേരെ താഴെ ഈ കളറിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പാഠത്തിൽ ഏത് നിസ്കാരത്തിൻ്റെ പേരാണോ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ളുഹർ ഇതിൽ എഴുതുക, അസ്ർ ഇതിൽ എഴുതുക, മഗ്രിബ് ഇതിൽ എഴുതുക, ഇശാ ഇതിൽ എഴുതുക, സുബഹ് ഇതിൽ എഴുതുക. സ്വന്തമായി നോക്കി എഴുതുക, തെറ്റുകൂടാതെ എഴുതുക. അതുപോലെ തന്നെ നിസ്കാരങ്ങളുടെ പേരുകൾ അതും ഇതുവരെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹ്
പറഞ്ഞു പഠിക്കാം. ഓരോ നിസ്കാരത്തിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക. പേരുകൾ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, അത് ഏത് സമയത്താണ് കൊടുക്കുന്നത് എന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കുക. രക്ഷിതാക്കളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പമുള്ള പാഠമാണ്. കഴിയുന്ന പരമാവധി നല്ല രീതിയിൽ പഠിക്കുകയും അത് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കാണാതെ പഠിക്കുകയും അത് മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.